LDF കോർപ്പറേഷൻ കൊല്ലം 5, UDF 2, NDA 1 എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. ജില്ലാ പഞ്ചായത്തിലേക്ക് നോക്കുകയാണെങ്കിൽ LDF 3, UDF 1, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കൊല്ലം 2-1, ഗ്രാമപഞ്ചായത്തോട്ടെത്തി 13-4 വൻ മുന്നേറ്റം. LDF 13, തിരുവനന്തപുരം നഗരസഭയിൽ ആദ്യ ലീഡ് LDF-ന് മുട്ടടയിലും ഓർത്തു വെക്കുക, വലിയ തുറയിലും LDF ലീഡ് ചെയ്യുന്നു. കോടതി കയറിയ മുട്ടടയാണ്. വലിയ തുറയിലും LDF ലീഡ് ചെയ്യുന്നു. പോസ്റ്റൽ വോട്ടിന്റെ സൂചനകളാണ് പുറത്തു വരുന്നതെന്ന് നിർഭൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നിർഭൻ ഒരു സംശയം കാണും, നമ്മളിതിനി EVM-ലെ വോട്ടുകളെ കുറിച്ചാണോ പറയുന്നതെന്ന്. ഇല്ല നിർഭൻ, അത് പോസ്റ്റൽ വോട്ടാണ് എന്ന് ആവർത്തിച്ച് പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റൽ വോട്ടിന്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ആദ്യ ലീഡ് നേരത്തെ പറഞ്ഞതാണ്. ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട വിവരം വന്നത് മുട്ടട, വലിയ തുറ 2 ഡിവിഷനുകളുടെ കാര്യം പറയുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് നിന്ന് കുറച്ചുകൂടി വിവരങ്ങൾ വന്ന് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ കോർപ്പറേഷൻ LDF 5, UDF 2, NDA 1 ആണ് കോർപ്പറേഷനിലെ സ്ഥിതി. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ LDF 3, UDF 1. അതെ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നാൽ കൊല്ലം ജില്ലയാണ് ഓർക്കുക. ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 2 UDF 1. ഗ്രാമപഞ്ചായത്തുകൾ നോക്കിയാൽ 13 LDF-ഉം 4 UDF. മുനിസിപ്പാലിറ്റി സ്റ്റേറ്റ് വൈഡ് നോക്കുകയാണെങ്കിൽ 5 ഇപ്പോൾ LDF-ന്റെ ലീഡ് പറയുന്നുണ്ട്. ഏത് മുനിസിപ്പാലിറ്റികളാണെന്ന് വ്യക്തമായി. ആകെ 86-ൽ LDF 5 ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. LDF 5 ലീഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ആ 22 പോസ്റ്റൽ വോട്ടിലാണ് LDF-ന് ലീഡ് എന്നുള്ളത്. അംശു വാമദേവൻ, അതുപോലെ തന്നെ വൈഷ്ണ അല്ലേ, വൈഷ്ണ അതെ, അതുകൊണ്ടാണ് കോടതി കയറിയ മുട്ടട എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മുട്ടടയിൽ LDF ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടട വാർഡിന്റെ വിവരമാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. പിന്നിൽ വൈഷ്ണ സുരേഷ് പിന്നിലാണ്. അവിടെ അംശു ആണ് നിലവിൽ കേശവദാസപുരത്തെ കൗൺസിലറായിരുന്നു. കൊല്ലത്ത് ലീഡ് കൂടുന്നു. കൊല്ലത്ത് കോർപ്പറേഷൻ LDF 7 ആയിരിക്കുന്നു, UDF 3 ആയിരിക്കുന്നു, NDA 1 തന്നെ തുടരുന്നു. രാജ്കുമാർ ലീഡ് ചെയ്യുന്നു. യെസ്. ജില്ലാ പഞ്ചായത്തിൽ LDF 6 ആകുന്നു, UDF 1 ആകുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 4, UDF 1. കോർപ്പറേഷനിൽ മനു LDF 7 ലീഡ് ചെയ്യുന്നു. കൊല്ലത്ത് തന്നെ LDF 7, UDF 3, BJP NDA 1 ലീഡ് ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് അത് LDF 6, UDF 1 എന്ന നിലയിൽ ആണ് വ്യത്യാസം. LDF 4, UDF 1. ഗ്രാമപഞ്ചായത്തിലും അത് കൂടുന്നു. ഞാൻ വേഗത്തിൽ കൊച്ചിയിലേക്ക് പോകുന്നു. കളമശ്ശേരിയിൽ 3 വാർഡിൽ LDF മുന്നിൽ എന്നാണ് ഇപ്പോൾ വരുന്നത്. കളമശ്ശേരിയിൽ നമ്മുടെ പടക്കളമൊക്കെ അതിന്റെ പ്രതിഫലം ആണോ ഇനി വരട്ടെ, നോക്കാം. അപ്പൊ ഏതായാലും കൊച്ചി കോർപ്പറേഷനിൽ ആദ്യ ലീഡ് LDF-ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. കളമശ്ശേരി നഗരസഭയിൽ 3 വാർഡിൽ LDF മുന്നിലാണ്. പറഞ്ഞോട്ടെ, മുനിസിപ്പാലിറ്റി കൊല്ലം വരുന്നുണ്ട്. നിലവിൽ ഒരെണ്ണമാണ് അറിയാൻ കഴിയുന്നുള്ളൂ, അത് LDF ആണ്. ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. LDF ഒരിടത്ത് മുനിസിപ്പാലിറ്റിയിൽ കൊല്ലത്ത് ലീഡ് ചെയ്യുന്നു. അതെ, ഇതുവരെ പറഞ്ഞതിൽ നഗരസഭകൾ ഉണ്ടായിരുന്നില്ല, മുനിസിപ്പാലിറ്റികൾ ഉണ്ടായിരുന്നില്ല. ആ കേട് ഇപ്പോൾ രാജ്കുമാർ തീർത്തിരിക്കുന്നു. ഒരിടത്ത് LDF ലീഡ് ചെയ്യുന്നു. ബാക്കി നമുക്ക് പിന്നാലെ നോക്കാം. ഗ്രാമപഞ്ചായത്തുകൾ ആകെ നോക്കിയാൽ 941 ലീഡ് നില ഇപ്പോൾ ഔദ്യോഗികമായി വരുന്നത്. LDF 3 ലീഡ് ചെയ്യുന്നു, UDF 2 ലീഡ് ചെയ്യുന്നു. അതായത് ആകെ 941 നഗരസഭകളാണ് കേരളത്തിലുള്ളത്. അതിൽ സംസ്ഥാനത്ത് ഈ വിവരങ്ങൾ ഏകോപിപ്പിക്കുന്ന മീഡിയ സെന്ററിൽ നിന്ന് വരുന്ന വിവരമനുസരിച്ച് 3 LDF ലീഡ് ചെയ്യുന്നു, UDF 2 ഗ്രാമപഞ്ചായത്തുകൾ ലീഡ് ചെയ്യുന്നു എന്ന നിലയുടെ ഒരു വിവരം നമുക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇപ്പോൾ ഈ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ലീഡ് ചെയ്യുന്ന ആദ്യ വിവരങ്ങൾ വന്നു. കൊച്ചിയിൽ അത് വന്നു, കൊല്ലത്ത് അത് വന്നു. ആ ലീഡിൻ്റെ വിവരങ്ങൾ